E10 നിന്ന് E20 മാറുമ്പോൾ എന്താണ് എഞ്ചിനിൽ വരുത്തുന്ന മാറ്റം? ആ മാറ്റത്തിൽ എന്ത് ഡാമേജ് ആണ് ഉണ്ടാവുക? നെഗ്ലിജിബിൾ ആണെങ്കിലും ആ ഡാമേജ് എന്താണ്, ഏത് പാർട്സിനാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, മൈലേജിൽ വരുന്ന കുറവിന് കാരണം നമ്മളൊരു മറ്റേ പെട്രോൾ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബണാണ്, ഫോസിൽ ഫ്യൂലാണ്, കുഴിച്ചെടുക്കുന്ന സാധനമാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട ഹൈഡ്രോ കാർബണാണ്. നമുക്കത് സിന്തറ്റിക്കായിട്ട് മിമിക് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, നാച്ചുറൽ റിസോഴ്സാണ്. എഥനോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആൽക്കഹോളാണ്. ഇത് രണ്ടിൻ്റെയും കെമിക്കൽ കോമ്പോസിഷൻ വ്യത്യാസം. എഥനോൾ ഉണ്ടാക്കുന്ന ഷുഗറിൽ നിന്നാണ്, പഞ്ചസാര, ഗ്ലൂക്കോസ്, ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് രണ്ടിലുമുള്ള എനർജി ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. ഞാൻ ഇന്ന് പരിശോധിച്ചാൽ കണ്ടൊരു കണക്ക് 27%, അതായത് 30%, 20 to 30% ആണ് വ്യത്യാസം എനർജി ഡെൻസിറ്റിയിൽ പെർ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂള് നമ്മൾ ഹൈഡ്രോ കാർബൺ പെട്രോൾ എടുക്കുക, ഒരു മോളിക്യൂൾ എഥനോൾ എടുക്കുക, തമ്മിലെ എനർജി ഡെൻസിറ്റിയിലെ വ്യത്യാസം 30% വരെ. അപ്പോൾ സ്വാഭാവികമായും ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പം നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ടോർക്ക് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്ററിൽ പറയുന്ന പവർ കുറയും. ഇതിൻ്റെ എഞ്ചിനീയറിംഗ് പാർട്ട്. ഇനി മൈലേജ് കുറയും. സ്വാഭാവികമായിട്ടും പവർ ഗിവൺ എമൗണ്ട് ഓഫ് പെട്രോളിൽ ഫ്യൂവലിൽ പവർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൈലേജും കുറയും. സർക്കാർ പറയുന്നത് 6% കുറവുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ പിന്നെ അത് സർക്കാരിൻ്റെ ടെസ്റ്റ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ഡാമേജിനെ പറ്റി പറഞ്ഞില്ല, സ്പെസിഫിക് ആയിട്ട് പറയണം. ഏത് എഞ്ചിൻ പാർട്സിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞു കൊറോഷൻ. ഇത് സോൾവൻ്റ് ആണ്. ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ വാട്ടർ അട്രാക്ട് ചെയ്യും, വാട്ടർ അബ്സോർബ് ചെയ്യും. അതുപോലെ ഇത് സോൾവൻ്റ് ആണ്, അതുകൊണ്ട് മെറ്റൽ പാർട്സ് കൊറോഡ് ചെയ്യും. അതേസമയം നമ്മൾ പെട്രോൾ നേരെ തിരിച്ചാ, ഓപ്പോസിറ്റാണ്. പെട്രോൾ എന്ന് പറയുന്നത് ലൂബ്രിക്കൻസിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെട്രോൾ. പിന്നെ ഇതായതുകൊണ്ട്, ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട്. അപ്പോൾ അത് കൊറോഡ് ചെയ്യുന്നില്ല, അത് കൊറോഷനെ തടയുകയാണ് ചെയ്യുക. പക്ഷേ എഥനോൾ നേരെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ്. അത് ഈ പാർട്സിനെ തുരുമ്പെടുപ്പിക്കും, കേടാക്കും, കൊറോഷൻ ഉണ്ടാക്കും. ഇതിനപ്പുറത്ത് എന്ത് ഡാമേജ് ആണ്? ഈ പറയുന്ന നെഗ്ലിജിബിൾ ഡാമേജ് എന്താണെന്നൊന്ന് പറയാം. ശബരിനാഥ്, സത്യത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആ നിലയ്ക്ക് വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഒരു വിവരങ്ങളൊന്നും നിങ്ങൾക്കും പങ്കുവെക്കാനില്ലല്ലോ, അല്ലേ? അല്ല, ഉണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ പെട്രോളിയം ഡീലേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്ന മറുപടികളാണ് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്, ഞങ്ങളുടെ അറിവിൽ നിന്ന് മനസ്സിലായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കൊറോഷൻ ആസ്പെക്റ്റ് 100% അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കൊറോഷൻ ആസ്പെക്റ്റ് പെട്രോളിന് എത്തനോളിനെ സംബന്ധിച്ച് കൊറോഷൻ ആസ്പെക്റ്റ് വളരെ കൂടുതലാണ്. കൂടാതെ തന്നെ റബ്ബർ പാർട്സ് നമുക്കറിയാം, പഴയ വണ്ടികൾക്കും ഉള്ള റബ്ബർ പാർട്സ് ഹാർഡനാവും അത് നമ്മുടെ എത്തനോൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഇഷ്യൂസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം